ഇതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഇതിൽ നിങ്ങൾക്ക് അറിയാത്തതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്, അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തവരൊന്ന് അപ്ഡേറ്റ് ചെയ്യാതെ പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതൊന്ന് ഓപ്പൺ ആക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഇവിടെ ക്യാമറ പറഞ്ഞ ഓപ്ഷൻ നമുക്ക് സാധിക്കും. പലർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2 രൂപത്തിൽ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തത് ഇംഗ്ലീഷ് ടു മലയാളമാണ്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് എന്തെങ്കിലും പോസ്റ്റർ കാണുമ്പോൾ ഇതുപോലെ വെച്ചാൽ തന്നെ നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് അവിടെ ലൈവായിട്ട് നമുക്ക് മലയാളത്തിൽ കാണിക്കേണ്ടതാണ്. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട് കാരണം കൊണ്ട് നമുക്ക് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്താൽ നമുക്ക് അതിൻ്റെ മലയാളം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് നമുക്കിവിടെ ഒന്ന് ബേക്ക് വന്നതിന് ശേഷം ഇനി മറ്റു രൂപത്തിൽ പറഞ്ഞു വെച്ചാൽ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചാൽ അതൊന്ന് എടുത്തിട്ട് എന്താക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ഇംഗ്ലീഷ് ടു മലയാളം കാണിക്കുന്നു. അതുപോലെ തന്നെ അതേ ഇംഗ്ലീഷ് ഞാൻ ചിലപ്പോൾ കോപ്പി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ഒറിജിനൽ ടെക്സ്റ്റ് എടുത്തിട്ട് എന്താക്കും, നമുക്ക് വേണ്ട ഭാഗം ആ ഒരു ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഇതുപോലെ കോപ്പി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇതാണ് ഫസ്റ്റ് ഓപ്ഷന്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് നോക്കാം. ഇനി അടുത്ത ഓപ്ഷനാണ് ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫസ്റ്റ് കാണുന്ന ഡിറ്റക്റ്റ് ലാംഗ്വേജ് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്താലുള്ള ഗുണം, അതായത് അത് ചെയ്തതിന് ശേഷം ഒരു കാര്യം ചെയ്യണം, ഈ പ്രൊഫൈൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെ ഭാഗത്ത് സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ 3 ഓപ്ഷന് എനേബിൾ ആക്കി കൊടുക്കുക. ഒന്നാമത്തെ എനേബിൾ ആക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതും എനേബിൾ ആകും. രണ്ടാമത്തതും എനേബിൾ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ബാക്ക് വരിക. അപ്പോൾ നമ്മൾ വാട്സാപ്പിലൊക്കെ ആരോടോ നമുക്കറിയാത്ത ഭാഷയിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ എനേബിൾ ആക്കിയിട്ട് വന്നിട്ട് നമുക്ക് അയാൾ ചോദിക്കാൻ അനുസരിച്ച് നമുക്ക് എന്താക്കുക, അത് ചോദിക്കുമ്പോൾ തന്നെ ആ ടെസ്റ്റ് എന്താക്കുക, നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യലും നമ്മൾ ഒന്ന് ടച്ച് ചെയ്യലോട് കൂടി നമുക്ക് അതിൻ്റെ അർത്ഥം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഇനി ഭാഷ നമുക്ക് ഇവിടെ തന്നെ മാറ്റാൻ സാധിക്കും. ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഏത് ഭാഷയാണ് നമുക്ക് ഇങ്ങനെ മാറ്റാൻ. ഇതൊരു എളുപ്പമുള്ള പരിപാടിയാണ്. ഇത് എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് നോക്കാം. മൂന്നാമത്തെ ട്രിക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും ഇവിടെ കൺവേഴ്സേഷനാണ്. അതായത് സംഭാഷണം നടത്തുന്ന സമയത്ത് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിലവിൽ ഇംഗ്ലീഷാണ്, നമ്മൾ സാധാരണ ഇംഗ്ലീഷ് അല്ല, സാധാരണ ഇവിടെ ഹിന്ദിക്കാരുണ്ടാവല്ലോ, അതുകൊണ്ട് ഹിന്ദി എടുത്തിട്ട് ഞാൻ കാര്യങ്ങൾ പറയുകയാണ്. എന്താ വെച്ചാൽ ആബ് കിധർ ജാത്താ ഹേ, വലിയത് സംഗതി ഒന്നും അറിയില്ല, എന്നാൽ കണ്ട അതിൻ്റെ അർത്ഥം ഈ സംഗതികളോട് ഞാൻ ഇവിടെ മലയാളം പറഞ്ഞതനുസരിച്ച് അവിടെ മലയാളം വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ആ ഒരു ലൈവായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ആബ് കിധർ ജാത്താ ഹേ, നിങ്ങൾ എവിടെ പോകുന്നു, നാളെ എന്താണ് പരിപാടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് മുമ്പേ അറിയാം, ഈ 3 കാര്യങ്ങളൊക്കെ ആർക്കൊക്കെ മുമ്പ് അറിയാം എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.